ഒരു വശത്ത് അമൃത വിഷയം തുടങ്ങി വെച്ചു, മറുവശത്ത് എലിസബത്ത് കൊണ്ടുപോകുന്നു. ബാല ആർക്ക് മറുപടി പറയണം എന്നറിയാതെ ഇപ്പോൾ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമൃത തൻ്റെ ജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ പറയണം. അതെടുത്തു പറയേണ്ടത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഇവരുടെ വീട്ടിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഇവരുടെ കറുത്ത ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായക്കുട്ടി. ആ നായക്കുട്ടിയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ പാപ്പു സ്കൂൾ വിട്ട് വരുന്നതും കാത്ത് നിൽക്കുകയാണ് അമൃതയും നായക്കുട്ടിയും. ഇത് രണ്ടും കണ്ടതും വളരെയധികം സന്തോഷത്തോടെ തന്നെ പാപ്പു നടന്നു വരുന്നത് കാണാം. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന പാപ്പുവിനെ കാത്തു നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് കണ്ടോ എന്നും പാപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവനെന്നുമൊക്കെയാണ് അമൃത ഇപ്പോൾ നായക്കുട്ടിയെ കയ്യിൽ വെച്ചുകൊണ്ട് പറയുന്നത്. പാപ്പുവിൻ്റെ ബസ് വന്നതും ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുന്ന നായക്കുട്ടിയെ കാണാം. അതുകൊണ്ട് തന്നെ നായക്കുട്ടിക്ക് എന്തുമാത്രം പാപ്പുവിനോട് ഇഷ്ടമുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. പാപ്പു നായക്കുട്ടിയുടെ എല്ലാമാണെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രേക്ഷകർക്കും അത് നന്നായി തന്നെ അറിയാൻ പറ്റുന്നു. പാപ്പുവിനോടുള്ള സ്നേഹം തന്നെയാണ് അത് കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. പാപ്പു സ്കൂളിൽ പോയിട്ട് എപ്പോൾ വരുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു അവൻ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു അത്രമാത്രം സ്നേഹമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നതെന്നും മനസ്സിലാവുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു. പ്രേക്ഷകരെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അമൃതയെ പിന്തുണയ്ക്കുന്നവർ എന്ന് തന്നെ പറയണം. ഡിവോഴ്സ് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ഇതുവരെ അമൃത എന്തായിരുന്നു കാര്യമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അമൃത അനുഭവിച്ചതിനെക്കുറിച്ച് അമൃത മാത്രമല്ല പാപ്പു കൂടി പറഞ്ഞെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് വിശ്വാസമായി. പിന്നീട് എല്ലാവരും അമൃതയ്ക്ക് പിന്തുണയായി വരാൻ തുടങ്ങി. അമൃതയോട് ഏറ്റുപറഞ്ഞു വന്നവർ ഒരുപാട് പേരാണ്. അമൃതയെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഇനി ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല, വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് വേണം പറയാൻ. ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ആരാധകർക്ക് ഇപ്പോൾ പാപ്പുവിനെ കുറിച്ച് അറിയാൻ വളരെയധികം ഇഷ്ടമാണ്. ബാല വിഷയം കത്തിക്കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത് അറിയാൻ വളരെയധികം ഇഷ്ടമായി നിൽക്കുന്നത്. ബാല എലിസബത്ത് വിഷയവും അതുപോലെ ബാല അമൃത വിഷയവും ഒക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടയിൽ ഒന്നും പാപ്പുവിനെ ബാധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആ കുട്ടി പഠിച്ച് നല്ല നിലയിലെത്തട്ടെ. അച്ഛനും അമ്മയും ഒക്കെ ഡിവോഴ്സ് ആയിരുന്ന പേരിൽ തന്നെ ആ കുട്ടി അതൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അച്ഛനെതിരെ അച്ഛൻ്റെ ഭാര്യമാർ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചും ആ കുട്ടിയൊന്നും ബോധരാവേണ്ട കാര്യമില്ല. എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല എന്നും ആ വ്യക്തിയെ എനിക്ക് അച്ഛനെന്ന് വിളിക്കാൻ പോലും സാധിക്കില്ല എന്ന് പാപ്പു പറഞ്ഞത് വെറുതെ അല്ല എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി. ആ കൊച്ചു പെൺകുട്ടി അത് പറയണമെങ്കിൽ അതിന് നിറയെ കാഴ്ചകളുണ്ട്. അങ്ങനെ ഭയാനകപ്പെടുത്തുന്ന കാഴ്ചകൾ ഉള്ളത് കൊണ്ടാണ് പാപ്പു അങ്ങനെ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് പാപ്പുവിനെ ഒരിക്കലും ഞങ്ങൾ കുറ്റം പറയില്ല. പാപ്പുവിനെ കുറ്റം പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.